എസെക്കിയേൽ അധ്യായം 41. അവൻ എന്നെ ദേവാലയത്തിൽ വിശുദ്ധ സ്ഥലത്തേക്ക് കൊണ്ടുവന്നു. അവൻ അവിടുത്തെ കട്ടിടപ്പടികൾ അളന്നു. അവയുടെ ഓരോ വശത്തിൻ്റെയും വീതി 6 മുഴമായിരുന്നു. പ്രവേശന കവാടത്തിൻ്റെ വീതി 10 മുഴമായിരുന്നു. അതിൻ്റെ പാർശ്വഭിത്തികൾ 5 മുഴം വീതമായിരുന്നു. അവൻ വിശുദ്ധ സ്ഥലത്തിൻ്റെയും നീളമളന്നു 40 മുഴം, വീതി 20 മുഴം. പിന്നെ അവൻ അകത്ത് കടന്ന് കട്ടിളപ്പടി അളന്നു. ഘനം 2 മുഴം, കവാടത്തിൻ്റെ വീതി 6 മുഴം, പാർശ്വഭിത്തികൾ 7 മുഴം. വിശുദ്ധ സ്ഥലത്തിനപ്പുറത്തുള്ള സ്ഥലം അവൻ അളന്നു. അതിന് 20 മുഴം നീളവും 20 മുഴം വീതിയും ഉണ്ടായിരുന്നു. അവൻ എന്നോട് പറഞ്ഞു, ഇതാണ് ശ്രീകോവിൽ. പിന്നെ അവൻ ദേവാലയത്തിൻ്റെ ഭിത്തിയുടെ കനമളന്നു 6 മുഴം. ചുറ്റുമുള്ള പാർശ്വഭിത്തികളുടെ വീതി 4 മുഴം. പാർശ്വമുറികൾ 3 നിലകളിലായി 30 വീതം. പാർശ്വമുറികളെ താങ്ങി നിർത്തുന്നതിന് ദേവാലയത്തിന് ചുറ്റും തുലാങ്ങളുണ്ടായിരുന്നു. ദേവാലയ ഭിത്തി ആയിരുന്നില്ല അവയെ താങ്ങി നിർത്തിയിരുന്നത്. ദേവാലയത്തിന് ചുറ്റുമുള്ള തുലാങ്ങളുടെ വലിപ്പമനുസരിച്ച് മുകളിലേക്ക് ചെല്ലുന്തോറും പാർശ്വമുറികൾക്ക് വിസ്താരം ഏറി വന്നു. താഴത്തെ നിലയിൽ നിന്ന് മധ്യനിലയിലേക്ക് പോകാൻ ദേവാലയത്തിൻ്റെ അരികിൽ ഒരു ഗോവണി ഉണ്ടായിരുന്നു. ദേവാലയത്തിന് ചുറ്റും ഉയർന്ന ഒരു തറ ഞാൻ കണ്ടു. പാർശ്വമുറികളുടെ അടിത്തറയുടെ അളവ് 6 മുഴമുള്ള ഒരു പൂർണ്ണദണ്ഡായിരുന്നു. പാർശ്വമുറികളുടെ പുറംഭിത്തിയുടെ ഘനം 5 മുഴമായിരുന്നു. തറയുടെ ബാക്കി ഭാഗം 5 മുഴം. ദേവാലയത്തിൻ്റെ ചുറ്റുമുള്ള തറയ്ക്കും അങ്കണത്തിലെ മുറികൾക്കുമിടയിൽ ചുറ്റും 20 മുഴം വീതിയിൽ സ്ഥലമുണ്ടായിരുന്നു. പാർശ്വമുറികൾ ഒഴിച്ചിട്ടിരുന്ന തറയിലേക്കാണ് തുറന്നിരുന്നത്. ഒന്ന് വടക്കോട്ടും മറ്റേത് തെക്കോട്ടും. തറയുടെ വീതി ചുറ്റും 5 മുഴമായിരുന്നു. പടിഞ്ഞാറ് ദേവാലയത്തിൻ്റെ അങ്കണത്തിന് അഭിമുഖമായി നിൽക്കുന്ന കെട്ടിടത്തിൻ്റെ വീതി 70 മുഴമായിരുന്നു. അതിൻ്റെ ചുറ്റുമുള്ള ഭിത്തിക്ക് 5 മുഴം കനവും 90 മുഴം നീളവും. അവൻ ദേവാലയം അളന്നു. അതിന് 100 മുഴം നീളം. അങ്കണവും ഭിത്തികൾ ഉൾപ്പെടെ കെട്ടിടവും കൂടെ 100 മുഴം നീളം. ആലയത്തിൻ്റെ കിഴക്കേ മുഖവും മുറ്റവും കൂടി 100 മുഴം വീതി. അവൻ പടിഞ്ഞാറ് വശത്തെ മുറ്റത്തിന് അഭിമുഖമായി നിൽക്കുന്ന കെട്ടിടം ഇരുവശത്തുമുള്ള ഭിത്തികൾ ഉൾപ്പെടെ അളന്നു. 100 മുഴം നീളം. അകത്ത് വിശുദ്ധ സ്ഥലത്തും ശ്രീകോവിലിലും പുറത്ത് പൂമുഖത്തും തറ മുതൽ കിളിവാതിലുകൾ വരെ ചുറ്റും പലകയടിച്ചിരുന്നു. കിളിവാതിലുകൾക്ക് അഴിയിട്ടിരുന്നു. മറയ്ക്കാൻ വിരിയുമുണ്ടായിരുന്നു. വാതിലിന് മുകളിലേക്ക് ശ്രീകോവിലിൻ്റെ അകത്തും വിശുദ്ധ സ്ഥലത്തും ഭിത്തിയിൽ ചിത്രപ്പണികളുണ്ടായിരുന്നു. കെരൂബുകളും ഈന്തപ്പനകളും 2 കെരൂബുകളുടെ മധ്യേ ഒരു ഈന്തപ്പന എന്ന ക്രമത്തിൽ ചിത്രീകരിക്കപ്പെട്ടിരുന്നു. ഓരോ കെരൂബിനും 2 മുഖം വീതം ഉണ്ടായിരുന്നു. ഒരു വശത്തെ ഈന്തപ്പനയുടെ നേരെ മനുഷ്യമുഖവും മറുവശത്തെ ഈന്തപ്പനയുടെ നേരെ സിംഹക്കുട്ടിയുടെ മുഖവും തിരിഞ്ഞിരുന്നു. ദേവാലയം മുഴുവൻ ചുറ്റും ഇങ്ങനെ കൊത്തിവച്ചിരുന്നു. ദേവാലയ ഭിത്തിയിൽ തറ മുതൽ വാതിലിൻ്റെ മേൽഭാഗം വരെ കെരൂബുകളുടെയും ഈന്തപ്പനകളുടെയും ചിത്രങ്ങൾ കൊത്തിയിരുന്നു. വിശുദ്ധ സ്ഥലത്തിൻ്റെ കട്ടിളക്കാൽ സമചതുരത്തിലായിരുന്നു. തടികൊണ്ടുള്ള ബലിപീഠം പോലെ തോന്നിക്കുന്ന ഒന്ന് വിശുദ്ധ സ്ഥലത്തിന് മുമ്പിലുണ്ടായിരുന്നു. അതിന് 3 മുഴം ഉയരവും 2 മുഴം നീളവും 2 മുഴം വീതിയും ഉണ്ടായിരുന്നു. അതിൻ്റെ കോണുകളും ചുവടും വശങ്ങളും മരം കൊണ്ടുള്ളതായിരുന്നു. അവൻ എന്നോട് പറഞ്ഞു, ഇത് കർത്താവിൻ്റെ സന്നിധിയിലെ മേശയാണ്. വിശുദ്ധ സ്ഥലത്തിനും ശ്രീകോവിലിനും ഈ 2 വാതിലുകൾ ഉണ്ടായിരുന്നു. വാതിലുകൾക്ക് തിരിയുന്ന ഈ 2 പാളികൾ ഉണ്ടായിരുന്നു. ഭിത്തികളിലെന്ന പോലെ കെരൂബുകളുടെയും ഈന്തപ്പനകളുടെയും ചിത്രം വിശുദ്ധ സ്ഥലത്തിൻ്റെ വാതിലുകളിലും കൊത്തിയിരുന്നു. പൂമുഖത്തിന് മുൻവശത്തായി മരം കൊണ്ടുള്ള ഒരു വിതാനമുണ്ടായിരുന്നു.
പൂമുഖത്തിൻ്റെ ഇരുവശങ്ങളിലും അഴിയടിച്ച കിളിവാതിലുകളും ഈന്തപ്പന ചിത്രങ്ങളും ഉണ്ടായിരുന്നു. Chapter 41. Then he brought me to the nave, and measured the pilasters, which were 6 cubits thick on either side. The width of the entrance was 10 cubits, and the walls at either side of it measured 5 cubits each. He measured the length of the nave, which was found to be 40 cubits, while its width was 20. Then he went in beyond, and measured the pilasters flanking that entrance, which were 2 cubits. The width of the entrance was 6 cubits, and the walls at either side of it extended 7 cubits each. He measured the space beyond the nave, 20 cubits long and 20 cubits wide, and said to me, "This is the Holy of Holies." Then he measured the wall of the temple, which was 6 cubits thick. The side chambers, which extended all the way around the temple, had a width of 4 cubits. There were 30 side chambers built one above the other in 3 stories, and there were offsets in the outside wall of the temple that enclosed the side chambers. These served as supports, so that there were no supports in the temple wall proper. There was a broad circular passageway that led upward to the side chambers, for the temple was enclosed all the way around and all the way upward. Therefore the temple had a broad way running upward, so that one could pass from the lowest to the middle and the highest story. About the temple was a raised pavement completely enclosing it, the foundations of the side chambers, a full rod of 6 cubits in extent. The width of the outside wall which enclosed the side chambers was 5 cubits. Between the side chambers of the temple and the chambers of the court was an open space 20 cubits wide, going all around the temple. The side chambers had entrances to the open space, one entrance on the north and another on the south. The width of the wall surrounding the open space was 5 cubits. The building fronting the free area on the west side was 70 cubits front to back. The wall of the building was 5 cubits thick all around, and it measured 90 cubits from side to side. He measured the temple, which was 100 cubits long. The free area, together with the building and its walls, was 100 cubits in length. The facade of the temple, along with the free area on the east side, was 100 cubits wide. He measured the building which lay the length of the free area and behind it, and together with its walls on both sides it was 100 cubits. The inner nave and the outer vestibule were paneled with precious wood all around, covered from the ground to the windows. There were splayed windows with trellises about them, facing the threshold, as high as the lintel of the door, even into the interior part of the temple, as well as outside. On every wall, on every side, in both the inner and outer rooms, were carved the figures of cherubim and palm trees, a palm tree between every 2 cherubim. Each cherub had 2 faces, a man's face looking at a palm tree on one side, and a lion's face looking at a palm tree on the other. Thus they were figured on every side throughout the whole temple. From the ground to the lintel of the door, the cherubim and palm trees were carved on the walls. The way into the nave was a square door frame. In front of the holy place was something that looked like a wooden altar, 3 cubits in height, 2 cubits long, and 2 cubits wide. It had corners, and its base and sides were of wood. He said to me, "This is the table which is before the Lord." The nave had a double door, and also the holy place had a double door. Each door had 2 movable leaves. 2 leaves were on one door jamb and 2 on the other. Carved upon them, on the doors of the nave, were cherubim and palm trees, like those carved on the walls. Before the vestibule outside was a wooden lattice. There were splayed windows and palm trees on both side walls of the vestibule and the side chambers of the temple.